ഭയങ്കര ഭയങ്കര ക്ലാപ്സാണ്. തീർച്ചയായിട്ടും തിയേറ്റർ വാച്ചാണ്. ഒരു സിനിമ എന്ന നിലയിൽ ഭയങ്കര എൻ്റർടൈനറാണ്, ഗംഭീരമാണ്. ലാലേട്ടൻ്റെ മകളുടെ തുടക്കം ഗംഭീരമായി, അതേപോലെ തന്നെ ആൻ്റണിയുടെ മകൻ ചോക്കു ഗംഭീരമാണ്. ഡയറക്ടർ പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ചെറിയ വേഷത്തിലാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ചുപ്പി അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും ഗംഭീരമായിരിക്കുന്നു. നല്ല സിനിമയാണ്, എല്ലാവരും കാണണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. പടം ഗംഭീരപടം. വിസ്മയുടെ തുടക്കമാണെന്ന് ഫീൽ ചെയ്യില്ല, ഒരു വൻ പരിപാടിയാണ്. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. വളരെ ഗംഭീരമായിട്ട് ആ കുട്ടി പെർഫോം ചെയ്തിട്ടുണ്ട്. അവളുടെ തുടക്കം ഗംഭീരമായിട്ടുണ്ട്, അടിപൊളി സൂപ്പറായിട്ടുണ്ട്. എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും നിർബന്ധമായി സിനിമ കാണണം. എല്ലാ കുടുംബ പ്രേക്ഷകരും സിനിമ ഒന്ന് കണ്ട് വിജയിപ്പിക്കണമെന്ന് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് കൂടെയാണ്. സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു തുടക്കമാണ്. അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു. ഗംഭീര തുടക്കമാണ് സിനിമ. നമ്മൾ ആ സോങ് ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചു നമ്മളൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ചെറിയ രീതിയിൽ ത്രില്ലിംഗ് എലിമെൻറ്റ്സ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഗ്ലിംസാണ് ട്രെയിലേഴ്സിലും സോങ്ങിലും ഉണ്ടായിരുന്നത്. പക്ഷേ സിനിമ തുടക്കം തൊട്ടേ ഒരു ത്രില്ലർ മൂഡാണ് കീപ്പ് ചെയ്യുന്നത്. സിനിമ നല്ല രീതിയിൽ എൻഗേജിങ് ആണ്. പെർഫോമൻസ് ഫസ്റ്റ് ടൈമറിൻ്റെ ആണെന്ന് തോന്നിക്കാറില്ല. എല്ലാ കാസ്റ്റും ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്, ഗംഭീര പടമാണ്. മസ്റ്റ് വാച്ച് എന്നുള്ളത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളൂ. ഇതൊരു ഗോയിങ് ടു ബി എ ഇൻഡസ്ട്രി ഹിറ്റ് അങ്ങനെയാണ്. കാരണം ഇത് സാധാരണ ജനങ്ങളൊക്കെ ഏറ്റെടുത്ത് ഒരു വൻ വിജയമാക്കാൻ സാധ്യതയുള്ള ഒരു പടമാണ്. മായയുടെ ഗംഭീര തുടക്കം. ഭയങ്കര ഇമോഷണലി കണക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ്. ത്രൂ ഔട്ട് ദ ഫിലിം 2 മണിക്കൂർ 19 മിനിറ്റ് 34 സെക്കൻഡും അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കാണ് ജൂഡ് ആൻ്റണി സർ. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു ലാഗ് ഫീലിംഗ് ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വിസ്മയ ആദ്യമായി അഭിനയിക്കാൻ നമുക്ക് തോന്നത്തില്ല. പിന്നെ ആരോ പറഞ്ഞ പോലെ ബ്ലഡ് ലൈൻ എങ്ങനെയായി, ലാലേട്ടനും എല്ലാവരും ഭയങ്കര മികച്ചതായിട്ട് തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. മസ്റ്റ് വാച്ച് ഫിലിം ഇൻ തിയേറ്റേഴ്സ്. സൂപ്പറായിരുന്നു. ഇനിയുള്ള ലേഡി സൂപ്പർ സ്റ്റാർ എന്തായാലും വിസ്മയാണ്. രണ്ടുപേരും കിടിലം പടം. ഇല്ല, ഇൻ്റർവ്യൂവിലെ പോലെ നെർവസ്നെസ് ഒന്നും ഇല്ല. റിയൽ ലൈഫിലേക്ക് വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ മെച്ചോർഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് ആൾ തന്നത്. മോഹൻലാൽ എങ്ങനെയുണ്ട്? മോഹൻലാലിൻ്റെ ക്യാമിയോ അടിപൊളിയാണ്, എക്സ്റ്റൻഡഡ് ക്യാമിയോ ആണെന്ന് തന്നെ പറയാം. സിനിമ മോഹൻലാലിൻ്റെ മോൾ എന്നൊരു ഐഡൻറ്റിറ്റിയിലാണ് സിനിമ പോകുന്നത്. അത് ഈ സിനിമേനെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. സിനിമയ്ക്ക് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യും. കാരണം ഇതൊരു നോർമൽ കാസ്റ്റിംഗ് ആണ്. മോഹൻലാലിൻ്റെ മോൾ അല്ല ആണെങ്കിൽ ഇതൊരു സാധാരണ സിനിമയാണ്. പക്ഷേ മോഹൻലാലിൻ്റെ മോൾ എന്ന ഐഡൻറ്റിറ്റിയിൽ ഈ സിനിമ ബിൽഡ് ചെയ്യുന്നത് കൊണ്ട് ഈ സിനിമ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് ഒക്കെ നല്ല വർക്കാണ്. ജൂഡ് ആൻ്റണിയുടെ ഒരു മികച്ച വർക്ക് തന്നെയായിട്ട് ഇത് കണക്കാക്കാനായിട്ട് പറ്റും. സിമ്പിൾ സ്റ്റോറിയാണ് നമ്മൾ വിചാരിക്കും, പക്ഷേ നല്ല ത്രില്ലിംഗ് എലിമെൻറ്റ്സ് ഉള്ള രീതിയിൽ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടമായിരുന്നു. പൊളിയായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് 18-20 വയസ്സായ നായകന്മാർ കാണിക്കാത്ത അത്രയും ഫൈറ്റ് സീനിലെല്ലാം വളരെ നന്നായിട്ട്. കാരണം അവൾ ട്രെയിൻഡാണ്. ആ ബോഡി വെച്ചിട്ട് അവൾ എന്ത് ചെയ്തു എന്നുള്ളത് കണ്ടിട്ട് അവളെ കളിയാക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത് കണ്ട് പഠിക്കണം. ഇവിടുത്തെ നായകന്മാരൊക്കെ ഒരല്പം അവളിൽ നിന്നുകൂടി ഫിസിക്ക് ട്രെയിനിങ് എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. സൂപ്പർ, അടിപൊളി സിനിമ, അടിപൊളി ഗംഭീര സിനിമ. ലാലേട്ടൻ പിന്നെ ആസ് യൂഷ്വൽ എപ്പോഴും പോലെ കിടുക്കി തിമിർത്തു. ലാലേട്ടനും വിസ്മയും ഒരുമിച്ച് വരുന്നൊരു ഫസ്റ്റ് സീനിൽ അവർ ഒരുമിച്ച് വരുന്നൊരു ടൈമിൽ നമുക്ക് ഗൂസ് ബംസ് വരും. അത്രയും അച്ഛനും മകളുമായിട്ടുള്ളൊരു ഗംഭീരമായിട്ടുള്ളൊരു തുടക്കം അത് ഇതിൽ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. തിയേറ്റർ നിറഞ്ഞ കയ്യടിയായിരുന്നു. രണ്ടുപേരും ഒരേ ഫ്രെയിമിൽ ഒരു പോയിന്റിൽ ഒരുമിച്ച് വരും. മാസ്റ്റർ മകളുമായിട്ടാണെങ്കിൽ സൂപ്പർ ഗംഭീരം, തുടക്കം അതിഗംഭീരമായിട്ടുണ്ട്. വിസ്മയ്ക്ക് ഒരുപാട് നല്ല സിനിമകൾ മലയാള സിനിമയെ രസിപ്പിക്കുന്ന ലാലേട്ടൻ 100 കണക്കിന് സിനിമകൾ ചെയ്ത് നമ്മളെ രസിപ്പിച്ചു. അതുപോലെ മോളും അച്ഛൻ്റെ വഴിയെ നല്ലൊരു നടിയായിട്ട് അറിയപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഗംഭീര സിനിമ. എല്ലാവരും കുടുംബ പ്രേക്ഷകരെല്ലാവരും വന്ന് കാണണം.